ഇതാ പിടിച്ചോ, വീണ്ടും ഒരു ബിരിയാണി കഥ. ഇപ്രാവശ്യം നമ്മൾ ഒരു ഫിഷ് ബിരിയാണീൻ്റെ കഥയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. മീൻ ബിരിയാണിക്ക് മീൻ ആദ്യം പൊരിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ടോ നമ്മൾ ഉള്ളി നേർങ്ങനെ അരിഞ്ഞ ഉള്ളി കറുമുറാന്ന് പൊരിച്ചെടുക്കണം. ഇതാണ് കേട്ടോ മസാലേൻ്റെ ഒരു ടേസ്റ്റ്. അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ പൊരിച്ച് വെക്കാം. അങ്ങനെ കൈമേരി റെഡിയായി, സാധനങ്ങളെല്ലാം റെഡിയായി. ഉള്ളി ഇടുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ മസാലയിൽ കുറച്ച് ഉള്ളിയായിട്ട് ഇടുള്ളൂ. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിയതിൽ കറുമുറ പൊരിച്ച ഉള്ളി ഒന്ന് പൊടിച്ചിട്ടിടുക. മീൻ പൊരിച്ചതിടുക, മല്ലി പുതിന ഇടുക, തൈര് ഇടുക, ബിരിയാണി മസാല, കുരുമുളക് പൊടി. ഇത്രയേ ഉള്ളൂ കേട്ടോ മസാലേൻ്റെ പണി. ചെറിയ തീയിൽ മീൻ പൊട്ടാണ്ട് ഇളക്കിയിട്ട് മസാല റെഡി. ഇനി ചോറിൻ്റെ പരിപാടിയാണ്. ചോറ് ഉള്ളി പൊരിച്ച്, പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച്, വെള്ളം ഒഴിച്ച്, പിന്നെ എല്ലാ ഹോൾ സ്പൈസസ് ഇട്ടാ പട്ട, കറാമ്പ്, ബേ ലീഫ് എല്ലാം ഇട്ട്, പിന്നെ വെള്ളം ഒഴിച്ച് അതിൽ അരിയിട്ട് അരി റെഡിയായി, ചോറ് റെഡിയായി കേട്ടോ. പിന്നെ ചോറും അരിയും കൂടി വേകുന്ന സമയത്താണ് നെയ്യിടേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. പിന്നെ ദമ്മിടുന്ന പരിപാടിയാണ്. കുറച്ച് പകുതി ചോറ് കോരിയെടുത്തിട്ട് മീനിൻ്റെ മസാല മുകളിലിട്ട് അതിൻ്റെ മുകളിൽ ചോറിട്ട് അണ്ടി, മുന്തിരി, പുതിന, മല്ലി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് ദമ്മിട്ടു ചെറിയ തീരെ വെക്കും. ഇതിവിടെ പുറത്ത് കാണുന്ന കാഴ്ചയാണ്. ഞാൻ ബിരിയാണി വെക്കുന്ന സമയത്ത് എൻ്റെ ബാൽക്കണിയിൽ കുറേ ആൾക്കാർ വന്നിട്ടിരിക്കും. എൻ്റെ പാത്രത്തിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ വരും കേട്ടോ. പല പരിപാടികളുണ്ട്. ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരുണ്ട്, ഒന്നിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ കൂടെ എനിക്കൊരു ഗ്രീൻ ചട്നിയും കൂടി ആക്കാനുണ്ട്. പുതിന ബിരിയാണി റെഡി.